സ്നേഹമുള്ളവരെ, പരിശുദ്ധ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളനുബന്ധിച്ച് മലബാറിൽ എല്ലാ വർഷവും നടത്തുന്ന വലിയ മരിയൻ തീർത്ഥാടനത്തിന് സമയമായിരിക്കുകയാണ്. ഡിസംബർ മാസം 5, 6 തീയതികളിലായിട്ട് ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്ക ദേവാലയത്തിലേക്ക് 9 ഫൊറോനകളിൽ നിന്ന് തീർത്ഥാടകർ നോമ്പെടുത്ത് ഉപവസിച്ച് കുമ്പസാരിച്ച് മാതാവിൻ്റെ വലിയ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് അഭിവന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ 9 ഫൊറോനകളിൽ നിന്നുമായിട്ട് തീർത്ഥാടകരെത്തുകയാണ്. പ്രധാനപ്പെട്ടതായിട്ട് 2 ഫൊറോനകൾ ആലക്കോട് നിന്നും അതുപോലെ തന്നെ എടൂരിൽ നിന്നുമാണ്. അഭിവന്യ പിതാവ് എടൂരിൽ നിന്നുള്ള തീർത്ഥാടകർ കൂടിയാണ് വരുന്നത്. ഏതാണ്ട് 35 കിലോമീറ്ററോളമാണ് അവർ നടക്കുന്നത്. ഈ 2 പ്രധാനപ്പെട്ട പള്ളികളിലും അത് രണ്ടും മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളികളാണ്. അവിടെ വൈകുന്നേരങ്ങളിൽ വിശുദ്ധ കുർബാനയും ആരാധനയും അതിനുശേഷമാണ് തുടർന്ന് അഭിവന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ എടൂരിൽ നിന്ന് 35 കിലോമീറ്റർ നടന്ന് ചെമ്പേരി ബസിലിക്കയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ആലക്കോട് നിന്നും തീർത്ഥാടകർ ഒരുമിച്ച് മാതാവിൻ്റെ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ആലക്കോട് നിന്നും ദൈവജനം ചെമ്പേരി ബസിലിക്കയിലേക്ക് എത്തുകയാണ്. കൂടാതെ ചെമ്പന്തൊട്ടി, വായാട്ടുപറമ്പ്, പൈസക്കരി, കുന്നോത്ത്, നെല്ലിക്കമ്പയിൽ തുടങ്ങിയ മണിക്കടവ് തുടങ്ങിയ ഫൊറോനകളിൽ നിന്നുള്ള ദൈവജനവും ഈ മെയിൻ കൂട്ടായ്മയോട് ചേർന്ന് ഒരുമിച്ച് 3 മണിയാകുമ്പോൾ ചെമ്പേരി ബസിലിക്കയിൽ എത്തുകയും 3:30 അഭിവന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അഭിവന്യ പിതാവ് മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് മുഴുവൻ തീർത്ഥാടകരെയും ഒപ്പം തന്നെ തലശ്ശേരി അതിരൂപതയിലെ മുഴുവൻ കുടുംബങ്ങളെയും പരിശുദ്ധ മാതാവിൻ്റെ അമലോത്ഭവ ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥനയും നടത്തി പിതാവിൻ്റെ വചന സന്ദേശം കേട്ട് ഈ വരുന്ന വിശ്വാസികൾ നേർച്ചകാഴ്ച അർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർ വെളുപ്പിനെ 6 മണിയോടുകൂടി മടങ്ങിപ്പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 25,000 പേരെയാണ് ഞങ്ങൾ ഈ ചെമ്പേരിയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. അതിനുകൊണ്ട് വേണ്ട ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മൾ ചെമ്പേരി വന്നപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടായി. പ്രതീക്ഷിച്ചത് കൂടുതൽ ആൾ വന്നതുകൊണ്ട് ഈ വർഷം വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി എല്ലാവർക്കും ദേവാലയത്തിൽ കയറുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം ഒരുക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനായിട്ടുള്ള വിപുലമായ കമ്മിറ്റികൾ ഇതിനോടകം എടുക്കുകയും എല്ലാ കാര്യങ്ങളും വേണ്ട ഭംഗിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. നമുക്കറിയാം മാതാവിനോടുള്ള ഭക്തി നമ്മുടെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലുമുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സമൂഹം ഒരുമിച്ച് ദേവാലയത്തിൽ ചേരുന്നത് പോലെ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു ബലിയർപ്പണമാണ് സന്ധ്യാപ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പിടിച്ചു നിർത്തുന്നത്. പത്രത്തിൽ വലിയൊരു ആഴമായ ബന്ധം ഈശോയുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്നതാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള അഗാധമായ വിശ്വാസവും താല്പര്യവും പ്രാർത്ഥനാ സഹായവും എന്നും കുടിയേറ്റ മക്കൾ പ്രത്യേകിച്ച് മലബാറിലെ വിശ്വാസികളും കുടുംബങ്ങളും പുലർത്തിയിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മലബാറിൽ ഏറ്റവും വലിയൊരു മരിയൻ തീർത്ഥാടനമാണ് ചെമ്പേരി ബസിലിക്കയിലേക്ക് നടക്കാൻ പോകുന്നത്. ഈ ബസിലിക്കയിൽ വന്ന് ഇത്രയും പേര് തീർത്ഥാടകർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സഭ നൽകുന്ന മറ്റൊരു ആനുകൂല്യമാണ് അവർക്കെല്ലാവർക്കും ദണ്ഡവിമോചനം ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം വന്നുപോയിട്ട് കുറവുകൾ, തെറ്റുകൾ, പോരായ്മകൾ കുമ്പസാരം എന്ന ദിവ്യമായ കൂദാശയിലൂടെ നമ്മൾ കഴുകിക്കളഞ്ഞാലും ദൈവം നീതിമാനായാൽ നീതി നടത്താൻ വേണ്ടി താൽക്കാലിക ശിക്ഷയിൽ നിന്നെല്ലാം മോചിച്ചാലും കാലിക ശിക്ഷയിൽ നമുക്ക് മോചനം കിട്ടുന്നത് ഇതുപോലുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികളും തീർത്ഥയാത്രകളും ഉപവാസവും പ്രാർത്ഥനയും വഴിയാണ്. അപ്പം അതുകൊണ്ട് ഇത്രയും വിശ്വാസത്തിൽ ഒരുമിച്ച് പരിശുദ്ധ മാതാവിൻ്റെ ബസിലിക്കയിലേക്ക് വരുമ്പോൾ അന്ന് പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയിട്ടുള്ള ആ വലിയ ദണ്ഡവിമോചനവും കൂടെ ഇത്തരണത്തിൽ വിശ്വാസികൾക്ക് ലഭിക്കുകയാണ്. അങ്ങനെ
ഈ തീർത്ഥാടനം, സഭ എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥാടകരാണല്ലോ നമ്മളെല്ലാവരും. സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്ന വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ. ഇത്രയും പേര് ഒരുമിച്ച് 9 ഫൊറോനുകളിലെ ദൈവജനം ഒരുമിച്ച് അവരുടെ ഇടയനോട് ചേർന്ന് ഒരുമിച്ച് വൈദികരോടും സിസ്റ്റേഴ്സിനോടും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ആ തീർത്ഥാടനവും വലിയൊരു ഉണർവും ആവേശവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും മലബാറിലെ ഏറ്റവും വലിയ ഈ മരിയൻ തീർത്ഥാടനം അനേകായിരങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളായി മാറുമെന്ന് ഉള്ളത് യാതൊരു സംശയവുമില്ല. കൂടാതെ തന്നെ ക്രിസ്മസിന് ഒരുങ്ങുന്നൊരു അവസരം കൂടിയാണ്. തീർത്ഥാടനം നടത്തി ഒരുങ്ങി മാതാവിൻ്റെ പ്രാർത്ഥനാ സഹായത്തോടുകൂടി ഉണ്ണീശോയെ വരവേൽക്കുവാൻ ഈ തീർത്ഥാടനം തീർച്ചയായിട്ടും സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ മരിയൻ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുവാനും അതിലൂടെ ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും വാങ്ങിയെടുക്കുവാനും ഒത്തിരി സ്നേഹത്തോടെ എല്ലാ വിശ്വാസികളെയും ചെമ്പേരി ബസിലിക്കയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എടൂരിൽ നിന്ന് ആരംഭിക്കുന്നത് വൈകുന്നേരം 5 മണിക്കും, അതാണ് ഏറ്റവും കൂടുതൽ ദൂരമുള്ളത്, 35 കിലോമീറ്റർ ഉണ്ട്. ആലക്കോട് നിന്ന് ആരംഭിക്കുന്നത് വൈകുന്നേരം 8 മണിക്കാണ്. അത് കുറച്ചുകൂടി ദൂരം കുറവുണ്ട്, 15 കിലോമീറ്റർ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് തീർച്ചയായിട്ടും നടന്നു വരുന്നത് എടൂരിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം വളരെ ആവേശത്തോടുകൂടി 85 വയസ്സ് പ്രായമുള്ള ഒരമ്മച്ചി മുഴുവൻ ഈ 35 കിലോമീറ്ററും താണ്ടിയാണ് പരിശുദ്ധ അമ്മയുടെ ഈ ബസിലിക്കയിൽ എത്തിച്ചേർന്നത്. അതെല്ലാം വലിയ ആവേശകരമായ ഒരു കാര്യമായിരുന്നു. എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. തീർത്ഥാടനം വഴിയായിട്ട് കഴിഞ്ഞ വർഷങ്ങൾ വന്നവർ പലരും പങ്കുവയ്ക്കുകയുണ്ടായി. അവരെല്ലാവരും വരുന്നത് തീർച്ചയായിട്ടും ഒരു നിയോഗം വെച്ചിട്ടാണ്. കുടുംബത്തിന് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ സ്വന്തം നിയോഗമായിട്ടാണ്. പലരും പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വന്നതിന് ശേഷം പല രോഗസൗഖ്യങ്ങളും അതുപോലെ തന്നെ പല കാര്യങ്ങളും വസ്തു വിൽക്കാൻ പറ്റാതിരുന്ന വിറ്റുപോകുന്നതും കുഞ്ഞുങ്ങളുടെ തുടർ പഠനവും മുടങ്ങി നിന്നിരുന്ന പല കാര്യങ്ങളും സാധിച്ചതായിട്ട് പലരും പിന്നീട് വന്ന് പറയുകയുണ്ടായി. അപ്പോൾ തീർത്ഥാടനത്തിന് അങ്ങനെയും ഒരു വശം കൂടിയുണ്ട്. തീർത്ഥാടനത്തിലൂടെ ധാരാളം കൃപകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ചെമ്പേരി ഇടവകാശമുഖം ഈ തീർത്ഥാടകരെ സ്വീകരിക്കാൻ വേണ്ടി വലിയ സന്തോഷത്തോടും ആവേശത്തോടും കൂടിയാണ്. ഞങ്ങൾ വരുന്നവർക്കെല്ലാം നേർച്ചയായിട്ട് ഉണ്ണിയപ്പം 4 എണ്ണം വെച്ചൊരു പാക്കറ്റിൽ നേർച്ചയായിട്ട് കൊടുക്കുന്നുണ്ട്. അത് വീടുകളിൽ കൊണ്ടുപോകാൻ വേണ്ടി പാക്കറ്റാണ് കൊടുക്കുന്നത്. കൂടാതെ ഇവിടെ നേർച്ചയിട്ട് താഴേക്ക് പോകുമ്പോൾ താഴത്തെ വിശാലമായ മൈതാനത്ത് എല്ലാവർക്കും വിശ്രമിക്കുവാനുള്ള സൗകര്യവും ഒപ്പം തന്നെ രാവിലെ പ്രഭാതത്തിൽ കട്ടൻ കാപ്പിയും ഒപ്പം അതുപോലെ തന്നെ ഒരു ബന്നും നൽകി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഇടവകാശമുഖം വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. വാഹനങ്ങളുടെ പാർക്കിംഗ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇരിട്ടി ഭാഗത്തുനിന്ന് വരുന്നവർ സെൻറ് തോമസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും കരുണാലയത്തിൻ്റെ ഗ്രൗണ്ടിലും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും, ആലക്കോട് ഭാഗത്തുനിന്ന് വരുന്നവർ ഈ ആലക്കോടിലേക്കുള്ള പുറഞ്ഞാൻ റോഡിൻ്റെ ഇരു സൈഡുകളിലുമായിട്ടാണ് പാർക്ക് ചെയ്യേണ്ടത്. തീർത്ഥാടനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ത്യാഗം ആവശ്യപ്പെടുന്നുണ്ടല്ലോ. തീർത്ഥാടനത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ദൈവികമായി മാറ്റുമ്പോഴാണല്ലോ അത് സമ്മാനത്തിന് അർഹമാക്കുന്നത്. അതുകൊണ്ട് ആ ത്യാഗത്തോടെയാണ് മനുഷ്യർ, അതിലൊന്നും പരിഭവമോ ബുദ്ധിമുട്ടോ ആർക്കും ഇല്ലാത്ത രീതിയിലാണ് എല്ലാവരും വരുന്നത്. ഇനി ആരെങ്കിലും തീർച്ചയായിട്ടും തളർന്നു പോവുകയോ ബുദ്ധിമുട്ടുണ്ടായാൽ ആംബുലൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഈ 2 മെയിൻ സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും പിന്നിലായിട്ട് 1-2 വാഹനങ്ങളും ആംബുലൻസും എപ്പോഴും കൂടെ ഉണ്ടാകും. ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുള്ളവരെ സുരക്ഷിതരായിട്ട് നമ്മുടെ ബസിലിക്കയിൽ എത്തിക്കാനുള്ള സൗകര്യം കൂടെ ഈ തീർത്ഥാടന കമ്മിറ്റി ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഏറെ ഹൃദ്യമായിട്ട് പരിശുദ്ധ മാതാവിൻ്റെ ബസിലിക്കയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലൂടെ ക്രിസ്മസിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ തീർത്ഥാടനം വലിയൊരു അനുഭവം ആയി മാറട്ടെ.